ഹായ് ഗൈസ്. സോ നമ്മൾ ഈ ഊപ്സിൻ്റെ കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി ഒരു ബ്രാൻഡ് ന്യൂ പ്രൊജക്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ബേസിക്കലി അത് ഞാൻ നമ്മുടെ ഗിറ്റ് ഹബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. JS_OOP1 എന്ന് പറഞ്ഞിട്ടുണ്ട്, OP1 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഗിറ്ററിന് ക്ലോൺ ചെയ്തെടുക്കാൻ അറിയാത്തവർ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഡൗൺലോഡ് സെപ്പ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓക്കെ, നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോട്ടോ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും, വലിയ വ്യത്യാസമൊന്നുമില്ല. സോ നമ്മുടെ ഒരു സിമ്പിൾ index.html ഫയൽ ഉണ്ട്, അതിലൊരു CSS ഫയൽ ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ app.js സ്ക്രിപ്റ്റാണ്. സോ app.cs എന്ന് പറഞ്ഞിട്ട് ഞാനൊരു CSS ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുറച്ച് സ്റ്റൈൽസൊക്കെ ഞാൻ ക്ലാസ്സസ് ഒക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡിസൈനിങ്ങിന് വേണ്ടി, സ്റ്റൈലിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ index.html കഴിഞ്ഞാൽ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ, map.js എന്ന ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബോഡിയിലൊരു empty div ആണ് കറൻ്റ് കിടക്കുന്നത്, വേറെ ഒന്നും കിടക്കുന്നില്ല ആക്ച്വലി. ഓക്കെ, ഇപ്പോൾ ഈ ഡിവിനകത്ത് ഒന്നുമില്ല, പക്ഷേ പിന്നീട് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് കണ്ടൻറ്റ് മുഴുവനും ഡൈനാമിക് ആയിട്ട് റെൻഡർ ചെയ്യാൻ പോകുന്നത് ഇതിലേക്കാണ്. ഓക്കെ, അതായത് HTML ഇപ്പോൾ വളരെ മിനിമലാണ്, റിയൽ വർക്ക് കൂടുതലും app.jsലാണ് നടക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം എന്ന് വെച്ചാൽ ഇതാണ്, ഈ ഡിവിൽ empty div ആണ് കിടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ റെൻഡർ ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് പ്രൊഡക്റ്റ് ലിസ്റ്റ് റെൻഡർ ചെയ്യുന്നത് ഇതിലേക്കാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഡെമ്മി മിനി ഓൺലൈൻ ഷോപ്പ് പോലത്തെ പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഫുൾ റിയൽ ഓൺലൈനൊന്നുമല്ല, വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ഒന്നുമല്ല. കാരണം റിയൽ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ബാക്ക് എൻഡ് വേണം, സെർവർ വേണം, ഡാറ്റാബേസ് വേണം, ഓർഡർ ഹാൻഡ്ലിംഗ് വേണം. സോ അത്ര ഡീപ്പായിട്ടൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ്, ഓരോ പ്രൊഡക്റ്റിനും ഒരു ആഡ് ടു കാർട്ട് ബട്ടൺ ഉണ്ടാവും. ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പിന്നീട് കാർട്ട് ലോജിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ. മെയിൻ ഗോള് ഷോപ്പ് ബിൽഡ് ചെയ്യുന്നത് മാത്രമല്ല, അതിലുപരി ബേസിക്കലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന രീതിയിൽ കോഡ് എങ്ങനെ നമുക്ക് തിങ്ക് ചെയ്ത് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഗോത്രൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ കുറച്ച് ഫങ്ഷൻസ് എഴുതും. മുമ്പ് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുവരെ നമ്മൾ കുറച്ച് ഫങ്ഷൻസ് എഴുതും. ആ ഫങ്ഷൻസിനെ ഇവൻറ്റ്സിനോടൊക്കെ നമ്മൾ കണക്ട് ചെയ്യും, ആവശ്യമുള്ളപ്പോൾ അവ കോൾ ചെയ്യും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും. ഈ അപ്രോച്ച് തെറ്റല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയി പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫങ്ഷണൽ വേ മാത്രം പോലും വലിയ ജാവാസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻസൊക്കെ എഴുതുന്നുണ്ട്. സോ അതുകൊണ്ട് ട്രഡീഷണൽ അപ്രോച്ച് ബാഡ് അല്ല ആക്ച്വലി. പക്ഷേ ഇപ്പോൾ നമ്മളൊരു വേറെ ആംഗിളിൽ നിന്ന് നോക്കാൻ പോകുന്നത് വെച്ചാൽ അതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ച്. ഓക്കെ, കോഡിനെ ഫങ്ഷൻസായി മാത്രം സ്പ്ലിറ്റ് ചെയ്യാതെ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് ഒബ്ജക്ട്സ് ആയി തന്നെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് വേണമെന്ന് വെച്ചാൽ ചില പ്രൊഡക്ട്സൊക്കെ നമുക്ക് ഒരു കാണിക്കണം. ഓക്കെ, ചില പ്രോഡക്റ്റ്സ് വേണം, പ്രോഡക്റ്റ്സ് നമുക്ക് അത് കാണിക്കേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പ്ലാൻ ചെയ്യുന്ന ഒരു അറേ ഉണ്ടാക്കാനാണ്. അറേയുടെ ഉള്ളിൽ ഒബ്ജക്റ്റായിട്ട് പ്രോഡക്റ്റ്സ് സ്റ്റോർ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് ഓരോ പ്രോഡക്റ്റിനും ഞാൻ ടൈറ്റിൽ, ഇമേജ്, പ്രൈസ്, ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ വരെ ഒന്നും സ്പെഷ്യൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ച് ഒന്നും ഇല്ല. പക്ഷേ ഡാറ്റ റിലേറ്റഡ് വാല്യൂസ് ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത് വളരെ സെൻസിബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ കോഡ് ചെയ്തിട്ട് ഇവിടെ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. ബേസിക്കലി നമുക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അറേ ക്രിയേറ്റ് ചെയ്യണം. കോൺസ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ അറേ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് അറേയുടെ ഉള്ളിൽ നമ്മൾ ഒരു അറേ ഓഫ് ഒബ്ജക്ട്സ് ആണ് വരുന്നത്. ടൈറ്റിൽ ബേസിക്കലി ഞാനിവിടെ കൊടുക്കുന്നത് പില്ലോ എന്ന് കൊടുക്കാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇമേജ് URL ഞാനിപ്പോൾ തൽക്കാലം empty string കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പ്രൈസ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. സോ പ്രൈസ് ഞാൻ കൊടുക്കുന്നത് 20 ആണ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കുന്നത് സോഫ്റ്റ് പില്ലോ. ഇനി ഒരു പ്രൊഡക്റ്റും കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ അത് ഞാൻ എഴുതാണ്. സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ് വരുന്നത്. സോ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ച് സ്പീഡാക്കാം ടൈപ്പ് ചെയ്യണത്. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈറ്റിൽ പറയുന്നത് ഞാൻ കാർപ്പറ്റ് കൊടുക്കണം. കാർപ്പറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇമേജ് ഞാൻ തൽക്കാലം ബാക്കി ഇടാണ്. കാർപ്പറ്റിൻ്റെ വില ഇത്രയും ഞാൻ കൂട്ടുകയാണ്, 100 കൂട്ടാം. പിന്നെ നമ്മളിത് കാർപ്പറ്റ് നൈസ് കാർപ്പറ്റ് എന്നാക്കാം. നൈസ് കാർപ്പറ്റ് എന്നാക്കിയിട്ടുണ്ട്.
ഇവിടെ ബേസിക്കലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റിനും ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ. സോ ബേസിക്കലി ഇതൊരു ഒബ്ജക്റ്റ്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഇതൊരു ഒബ്ജക്റ്റാണ്, ഇതൊരു ഒബ്ജക്റ്റ്. പക്ഷേ നമുക്ക് ഇമേജ് URL കൂടി കൊടുക്കാം. സോ ഇമേജ് URL ഞാൻ തൽക്കാലം ഞാൻ എടുത്തുള്ള ലിങ്ക് ഉണ്ട്, ഇത് കാർപ്പറ്റിന് കൊടുത്ത് ഷൂട്ട് ചെയ്യും. അതേപോലെ തന്നെ പില്ലോനൊരു ലിങ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്, ലിങ്കും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇമേജസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഈ പില്ലോനും കാർപ്പറ്റിനും ഇമേജസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു ഓരോ പ്രോഡക്റ്റിനും ഒബ്ജക്റ്റാണ്, നമ്മൾ ഒരു ഒബ്ജക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞാൽ പില്ലോൻ്റെ ഒരു ഒബ്ജക്റ്റാണ് ഇത്, കാർപ്പറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് ഇത്. അതുകൊണ്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും നമ്മൾ പ്രൊഡക്റ്റിനോട് ബന്ധപ്പെട്ട ഡാറ്റ ഒറ്റ യൂണിറ്റ് ആയിട്ട് തന്നെ നമ്മൾ കിട്ടുന്നു. ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. മുമ്പ് നമ്മൾ നേരിട്ട് ഫങ്ഷൻസ് എഴുതിയിരുന്നില്ലേ, പക്ഷേ ഇപ്പോൾ ഞാൻ കോഡിനെ ഒരു ഒബ്ജക്റ്റിനകത്ത് ഓർഗനൈസ് ചെയ്യാനാണ് പോകുന്നത്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. ബേസിക്കലി ഇതിൻ്റെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ലിസ്റ്റിനോട് നമ്മൾ ഡാറ്റയും ലോജിക്കും അത് കണക്ട് ചെയ്തിട്ട് ഒറ്റ ഒബ്ജക്റ്റിനകത്തായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് മുമ്പ് വേറെ ഉണ്ടായിരുന്ന പ്രൊഡക്ട്സ് അറേ ഇപ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ആക്കി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ പറഞ്ഞ കൺഫ്യൂസിങ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഒരു അറേ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് DUCT പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, പ്രൊഡക്റ്റ് ലിസ്റ്റ് ഇതൊരു ഒബ്ജക്റ്റാണ്. സോ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ അറേ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈക്വൽ ടു എന്ന് പറയും കോളൻ. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് സേവ് ചെയ്യാം. സോ ബേസിക്കലി എന്നിട്ട് ഞാൻ ഇതെടുത്ത് മാറ്റാം. സോ ഇവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ലിസ്റ്റിൻ്റെ ഒബ്ജക്റ്റിലേക്ക് ഒരു പ്രോപ്പർട്ടി ആഡ് ചെയ്യാണ്. അതാണ് പ്രൊഡക്ട്സ് എന്നും പറഞ്ഞിട്ട് ഫുൾ പ്രൊഡക്ട്സ് എന്നിട്ട് അതിൽ കൊടുക്കണം. ഇപ്പോൾ പ്രൊഡക്ട്സ് ഒരു സ്റ്റാൻഡേർഡ് ഓൺ വേരിയബിൾ അല്ല, പ്രൊഡക്റ്റ് ലിസ്റ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയി തന്നെയാണ് മാറിയിരിക്കുന്നത് ഈ പ്രൊഡക്ട്സ്. ഓക്കെ, അത് നല്ലതാണ്. കാരണം പ്രൊഡക്റ്റ് ലിസ്റ്റിനോട് നമ്മൾ ബന്ധപ്പെട്ട ഡാറ്റ പ്രൊഡക്റ്റ് ലിസ്റ്റിനകത്ത് തന്നെ നമ്മൾ വയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് ബെറ്ററാണ്. ഇപ്പോൾ ഡാറ്റ മാത്രം വെച്ചാൽ പോരാ, പ്രൊഡക്റ്റ് ലിസ്റ്റ് സ്ക്രീനിൽ കാണിക്കാനുള്ള ലോജിക് കൂടി നമുക്ക് വെക്കണം. അതിന് പ്രൊഡക്റ്റ് ലിസ്റ്റിനകത്ത് ഒരു റെൻഡർ മെത്തേഡ് ആഡ് ചെയ്യണം. പിന്നെ ഇവിടെ ഞാൻ മെത്തേഡ് ഷോർട്ട് ഹാൻഡ് നൊട്ടേഷനാണ് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഈ മെത്തേഡിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഡോമിൽ റെൻഡർ ചെയ്യേണ്ട സ്ഥലം സെലക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ലിസ്റ്റിന് ഓരോ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഓരോ പ്രൊഡക്റ്റും ലൂപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കാണിക്കണം. ഫൈനലി ഈ പേജിലേക്ക് അപ്പൻഡ് ചെയ്യണം. ഓക്കെ, അതാണ് ഇത്ര പരിപാടിയാണ് നമുക്ക് ഈ മെത്തേഡിനെ കുറിച്ച് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ആ മെത്തേഡിൻ്റെ പേര് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് റെൻഡർ തന്നെയാണ്. ഓക്കെ, സോ റെൻഡർ ഞാനിവിടെ യൂസ് ചെയ്യണം. എന്നിട്ട് ഞാനിവിടെ എഴുതുകയാണ്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ID എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് നമ്മൾ എവിടെ അപ്പൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഈ ആപ്പാണ്. സോ അവിടേക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ കോൺസ്റ്റ് റെൻഡർ ഹൂക്ക് എന്നും പറഞ്ഞ വേരിയബിൾ എടുത്തിട്ട് എന്നിട്ട് ഇതിൻ്റെ ഡോം എടുക്കുകയാണ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ID-യുടെ. അപ്പോൾ ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID ഓഫ് ആപ്പ്. ഓക്കെ, സോ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഡി ഓഫ് ആപ്പ് എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് ഇൻഡെക്സ് ഡോട്ട് HTML ഡിവിനെയാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഈ ഡിവിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ID കണ്ടോ ആപ്പ് യൂസ് ചെയ്യുന്നത്. ഇതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് റെൻഡർ ചെയ്യുന്ന ഈ ഡിവിൻ്റെ അകത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി നല്ലതെന്ന് വെച്ചാൽ ഇപ്പോൾ ലിസ്റ്റ് റെൻഡർ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്കൊരു കണ്ടെയ്നർ വേണം അല്ലേ. സോ പ്രൊഡക്റ്റ് ലിസ്റ്റ് ആണെങ്കിൽ സെമാൻറ്റിക് ആയിട്ട് ഒരു UL ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലത്. കാരണം നമുക്ക് മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് UL ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് അതിന് CSS ക്ലാസ് ഒക്കെ കൊടുത്ത് സ്റ്റൈലിംഗ് അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് LI വെച്ചിട്ട് നമുക്ക് ചെയ്യണം. സോ 1 by 1 ആയിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഇനി ചെയ്യാൻ പ്ലാൻ വെച്ചാൽ നമുക്ക് UL ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ താഴെ UL ക്രിയേറ്റ് ചെയ്യണം. കോൺസ്റ്റ് പ്രോഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ കൂടെ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്രിയേറ്റ് എലമെൻറ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ വെച്ചാൽ അത് കൊടുക്കുക. നമ്മുടെ UL ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സോ അത് ഞാൻ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി ഞാനെന്താ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ക്ലാസ് ആഡ് ചെയ്യണം.
സോ നമ്മുടെ കയ്യിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ CSSൽ കുറച്ച് ഇതുണ്ട്, ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റൈലിങ്ങിന് വേണ്ടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ കൊടുക്കാൻ പ്ലാൻ ഉദ്ദേശിച്ച് പ്രൊഡക്റ്റ് ലിസ്റ്റാണ് ഈ ക്ലാസ്സിന് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഞാനത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കണം, നമ്മൾ UL ഉള്ളിൽ കൊടുക്കണം. സോ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഡോട്ട് ക്ലാസ് നെയിം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട് ഈക്വൽ ടു നമ്മൾ എന്താണ് കൊടുക്കാൻ പ്ലാൻ ചോദിച്ചാൽ അത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കോപ്പി ചെയ്യാം പ്രൊഡക്റ്റ് ലിസ്റ്റ്, കോപ്പി ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ അത് തന്നെ നമ്മൾ കൊടുക്കാം സിമ്പിൾ. ഓക്കെ, സോ ഇവിടെ ഞാൻ പറഞ്ഞു ഒരു അൺഓർഡേർഡ് ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ CSS സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ക്ലാസ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിനകത്തുള്ള പ്രൊഡക്ട്സ് അറേ നമുക്ക് ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇനി ഐട്രേറ്റ് ചെയ്യണം. ഈ പ്രൊഡക്ട്സ് അറേ ഇത് ബേസിക്കലി നമുക്കിവിടെ ഐട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അത് ചെയ്യാൻ നമുക്ക് എന്ന് വെച്ചാൽ നമുക്കൊരു മെത്തേഡ് ഇത് ഒരു ഫീച്ചർ യൂസ് ചെയ്യാം. ദിസ് ഡോട്ട് പ്രൊഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ദിസ് എന്നത് എന്തിനെ റെഫർ ചെയ്യുന്നു? കാരണം നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്ന് ബേസിക്കലി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഡോട്ട് റെൻഡർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ കോൾ ചെയ്യുന്നിരിക്കുകയെന്ന് വിചാരിക്കും. അതുകൊണ്ട് റെൻഡർ മെത്തേഡിൻ്റെ അകത്ത് ദിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കലി പ്രൊഡക്റ്റ് ലിസ്റ്റ് ആയിരിക്കും വരിക. ഞാൻ മുമ്പ് പറഞ്ഞു ഒബ്ജക്റ്റിനെയാണ് റെഫർ ചെയ്യുന്നത്, പ്രൊഡക്റ്റ് ലിസ്റ്റ് ഒബ്ജക്റ്റിനെ തന്നെ റെഫർ ചെയ്യും. കാരണം നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഡോട്ട് റെൻഡർ, അപ്പോൾ ഡോട്ടിൻ്റെ മുന്നിൽ എന്താണെന്ന് വെച്ചാൽ അതാണ് ദിസിനെ റെഫർ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു മുമ്പത്തെ ക്ലാസ്സിൽ. സോ അതുകൊണ്ട് ദിസ് ഡോട്ട് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ലൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ദിസ് ആയിട്ട് വരും. അപ്പോൾ ദിസ് ഡോട്ട് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് അറേ കിട്ടും. നമുക്ക് അങ്ങനെ ബേസിക്കലി ലൂപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോഡ് എഴുതാം. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇതുണ്ടെന്നുള്ളത്. ലൈക്ക് ഞാനപ്പോൾ പറഞ്ഞു ബേസിക്കലി നമുക്ക് പ്രൊഡക്ട്സിനെ ലൂപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ ഫോർ ഓഫ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഫോർ കോൺസ്റ്റ് പ്രൊഡക്ട്സിനെ പ്രോഡ് എന്ന് കൊടുക്കും തൽക്കാലം ഓഫ് ദിസ് ഡോട്ട് പ്രൊഡക്ട്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു ദിസ് ഡോട്ട് പ്രൊഡക്ട്സ് വരാൻ കാരണം എന്ന് വെച്ചാൽ ദിസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വിളിക്കാൻ പോകുന്നത് പ്രൊഡക്റ്റ് ലിസ്റ്റ് ഡോട്ട് റെൻഡർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ഡോട്ടിന് മുമ്പത്തെ എന്താ വെച്ചാൽ അതാണ് ദിസ് ആയിട്ട് വരും. അപ്പോൾ സോ പ്രൊഡക്റ്റ് ലിസ്റ്റ് ദിസ് ആയിട്ട് വരും. അതുകൊണ്ട് ദിസ് ഡോട്ട് പ്രൊഡക്ട്സ് നമുക്ക് ഈ അറേ കിട്ടും, ഈ ഫുൾ അറേ നമുക്ക് കിട്ടും. എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. സോ ഇപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ലൂപ്പ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഒബ്ജക്റ്റ് എന്താ വെച്ചാൽ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് പ്രോഡിൽ വരും ലൂപ്പ് ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, സോ ഇവിടെ ഞാൻ പറഞ്ഞു ഓരോ പ്രോഡക്റ്റും പ്രോഡ് വേരിയബിളിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓരോ പ്രോഡക്റ്റിനും ഒരു ലിസ്റ്റ് ഐറ്റം ക്രിയേറ്റ് ചെയ്യണം ആക്ച്വലി. ഇനി അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഓരോ പ്രോഡക്റ്റിനും ഒരു സെപ്പറേറ്റ് ലിസ്റ്റ് വേണം, ലിസ്റ്റ് ഐറ്റം വേണം. അതുകൊണ്ട് ലൂപ്പിനകത്ത് ഒരു LI നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, അതിന് CSS ക്ലാസ് സെറ്റ് ചെയ്യണം. പിന്നെ ആ പ്രോഡക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന HTML കണ്ടൻറ്റിൻ്റെ അകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യണം. സോ ഇത്രയും ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ 1 by 1 ആയിട്ട് ചെയ്യാം. നമുക്കൊരു ലിസ്റ്റ് ഐറ്റം ക്രിയേറ്റ് ചെയ്യണം ആക്ച്വലി ഇത് കാണിക്കാനുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു LI ക്രിയേറ്റ് ചെയ്യണം. UL നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു, ഇനി നമുക്ക് LI ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ LI ക്രിയേറ്റ് ചെയ്യണം. കോൺസ്റ്റ് prod EL എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ, ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ക്രിയേറ്റ് എലമെൻറ്റ് ഓഫ് ഞാനിവിടെ കൊടുക്കാൻ പ്ലാൻ എന്ന് വെച്ചാൽ LI കൊടുക്കാം. ഓക്കെ, എന്നിട്ട് prod.el ഡോട്ട് ക്ലാസ് നെയിം വെച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ക്ലാസ് സ്റ്റൈലിംഗ് ആഡ് ചെയ്യണം. ഇവിടെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഓൾറെഡി പ്രൊഡക്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഒരെണ്ണം. സോ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യാം, പ്രൊഡക്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, സോ യൂസ് ചെയ്തു. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു prod.el ബേസിക്കലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ സിംഗിൾ പ്രൊഡക്റ്റിൻ്റെ ഡോം എലമെൻ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. prod.el എന്നും പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഡോം എലമെൻ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. സോ പിന്നെ അതിലേക്ക് ഞാൻ എന്താ വെച്ചാൽ ഒരു ക്ലാസ് ആഡ് ചെയ്ത് വെക്കണമെന്ന് മാത്രമേ ഇതിനകത്ത്. ഇനിയിപ്പോൾ ഓരോ പ്രൊഡക്റ്റ് ഐറ്റിനകത്ത് നമുക്ക് കണ്ടൻറ്റ് വേണം. നമുക്ക് വേണ്ട കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇമേജ്, ടൈറ്റിൽ, പ്രൈസ്, ഡിസ്ക്രിപ്ഷൻ, പിന്നെ ഒരു ബട്ടണും കൂടെ വേണം, ആഡ് ടു കാർട്ട് ബട്ടണും വേണം. ഇതൊക്കെ എഴുതാൻ ബേസിക്കലി നമ്മൾ ഇന്നർ HTML തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ടെംപ്ലേറ്റ് റൈറ്ററിൽ ഉപയോഗിച്ച് മൾട്ടി ലൈൻ HTML എഴുതാൻ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വാല്യൂസിനെ ഇൻജെക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഈസി ആയിരിക്കും. സോ നമ്മൾ ടെംപ്ലേറ്റ് റൈറ്ററിലും യൂസ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം, ഇന്നർ HTML ആഡ് ചെയ്യാം. അപ്പോൾ prod.el കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വിളിക്കുന്നത് ഈ കറസ്പോണ്ടിങ് prod.el ഡോട്ട് ഇന്നർ HTML
ഈക്വൽ ടു ഓക്കെ. ഞാൻ എന്നിട്ട് ബാക്ക് ടിക്ക് കൊടുക്കുകയാണ്. ബാക്ക് ടിക്കിൽ ഞാൻ മെൻഷൻ ചെയ്യണം, ഫസ്റ്റ് ഒരു ഡിവ് ഉണ്ടാവും, എന്നിട്ട് ക്ലോസിങ് ഡിവ് ഇടാം. ഓക്കെ. എന്നിട്ട് ഈ ഡിവിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഒരു ഇമേജ് ടാഗ് കൊടുക്കണം. ആ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് എന്താണെന്ന് വെച്ചാൽ ഇമേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് SRC ഇട്ടിട്ട് SRC ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഡോളർ ഇട്ടിട്ട് പ്രോ ഡോട്ട് ഇമേജ് URL പ്രോ ഡോട്ട് ഇമേജ് URL നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് നമ്മളൊരു പ്രോപ്പർട്ടിയും കൂടി ആഡ് ചെയ്യാം, ആൾട്ട് എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടിയും കൂടി ഒരു ആട്രിബ്യൂട്ടും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഈക്വൽ ടു prod ഡോട്ട് ടൈറ്റിൽ തന്നെ വയ്ക്കാം അതിൽ. ഓക്കെ. എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമ്മളൊരു ഡിവ് കൂടി അടുത്തൊരു ഡിവ് ആഡ് ചെയ്യാം, അതിൻ്റെ കറസ്പോണ്ടിങ് ക്ലോസിങ് ടാഗ്. ഈ ഡിവിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഫസ്റ്റ് ഒരു ഡിവിന് നമുക്ക് ക്ലാസ് ഒന്ന് അസൈൻ ചെയ്യാം. ഈക്വൽ ടു പ്രോഡക്റ്റ് -item. ഈ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കോപ്പി ചെയ്യാണ് തൽക്കാലം, എന്നിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാം. നമ്മൾ ഈ ഡിവിൻ്റെ ഉള്ളിൽ ഈ ക്ലാസ് അസൈൻ ചെയ്തു. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു H2 കൊടുക്കണം, ടൈറ്റിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് H2 കൊടുക്കുന്നത്. സോ കറസ്പോണ്ടിങ് H2ൻ്റെ ഉള്ളിൽ ഞാൻ കൊടുക്കാൻ പ്ലാൻ വെച്ചാൽ ആ ടൈറ്റിലാണ്. അപ്പോൾ എടുത്ത എലമെൻറ്റ് കാലൻ്റെ പ്രോഡ് ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞ് കൊടുക്കാം. സോ നമ്മുടെ H2 റെഡിയായി. ഇനി പ്രൈസ് നമുക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട്, അപ്പോൾ ഞാൻ തൽക്കാലം ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് H2 H3 കൊടുക്കാം പ്രൈസിന് വേണ്ടിയിട്ട്. ഞാൻ H3 ക്ലോസിങ് ടാഗ് H3. സോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ പ്രൈസ് യൂസ് ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ H3 കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷനും വേണം. സോ സെയിം തന്നെ ഞാൻ കോപ്പി ആയിട്ട് എഡിറ്റ് ചെയ്യാണ്. ഇവിടെ H3യുടെ പകരം പാരഗ്രാഫ് കൊടുക്കുന്നത് പ്രോഡ് ഡോട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഇനി നമുക്കൊരു ബട്ടണും കൂടി വേണം, ലാസ്റ്റായിട്ട് ഒരു ബട്ടണും വേണം. സോ അത് ഞാനിവിടെ കൈയോടെ കൊടുക്കുകയാണ്. ബട്ടൺ ക്ലോസിങ് ടാഗ്. ഓക്കെ. ബട്ടൻ്റെ ഉള്ളിൽ ഞാൻ എഴുതണം ആഡ് ടു കാർട്ട് എന്നുള്ളൊരു ബട്ടൺ എഴുതണം. എന്നിട്ട് നമ്മളിവിടെ ഇത് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സെമിക്കോളൻ ഇടാം. ഓക്കെ. സോ HTML സ്ട്രിങ് എടുത്തിട്ട് കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഇട്ടു ചെയ്യുന്നത്. സോ ഇവിടെ ബേസിക്കലി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇമേജ് ആദ്യം എടുക്കുന്നുണ്ട് അല്ലേ. സോ ഇമേജിൽ ഞാൻ ഇവിടെ എന്ന് വെച്ചാൽ ആ ഒരു നമുക്ക് എടുക്കുന്ന കറസ്പോണ്ടിങ് ടൈറ്റിലിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് എന്താ വെച്ചാൽ അത് കൊടുക്കുന്നുണ്ട്, ടൈറ്റിലും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു പ്രൊഡക്റ്റിൻ്റെ ഇമേജ് URL എന്ന ടൈറ്റിലും എന്നിവ ഡൈനാമിക് ആയിട്ട് ഞാനിവിടെ ഇൻജക്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ടൈറ്റിൽ, പ്രൈസ്, ഡിസ്ക്രിപ്ഷനാണ്. സോ എല്ലാം നല്ല റെൻഡർ ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട്, ടു കാറ്റ് ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോജിക്ക് ആഡ് നമ്മൾ ചെയ്തിട്ടില്ല, അത് പിന്നീട് നമുക്ക് ലേറ്റർ ഓൺ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇപ്പോൾ പ്രൊഡക്റ്റിലെ ഐറ്റംസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കണ്ടൻറ്റ് ആഡ് ചെയ്തു, പക്ഷേ നമ്മൾ ആ പേജിലേക്ക് കാണാനുള്ള അപ്പൻഡ് നമ്മൾ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ഇനി ഓരോ പ്രോഡിയലിനെയും നമ്മൾ പ്രോഡ് ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്യണം. സോ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കഴിഞ്ഞിട്ട് പ്രോഡ് ലിസ്റ്റിലേക്ക് നമ്മൾ വെച്ചാൽ അപ്പൻഡ് ചെയ്യണം. അപ്പോൾ പ്രോഡ് ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ്. എന്നിട്ട് ഞാനിവിടെ പ്രോഡിയൽ കൊടുക്കുകയാണ്. ഓക്കെ. ഒന്ന് കൊടുത്തു.
സോ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ പ്രോഡ് ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് പ്രോഡിയൽ എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഓരോ പ്രോഡക്റ്റ് ഐറ്റനും നമ്മൾ മെയിൻ ലിസ്റ്റിനകത്തേക്കാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നു, കൂട്ടിച്ചേർക്കുന്ന ആഡ് ചെയ്ത് വെക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പ്രോഡ് ലിസ്റ്റിനടുത്ത് എല്ലാ പ്രോഡക്ട്സും ഉണ്ടാകും. ഓക്കെ, ഇനി ആ ലിസ്റ്റ് മുഴുവൻ പേജിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഡാറ്റ എടുക്കുന്നത്. സോ ഈ സാധനം എടുത്തിട്ട് നമ്മൾ പേജിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അത് പെൻഡിങ് ആണ്. അത് ബേസിക്കലി എന്ന് വെച്ചാൽ റെൻഡർ ഹൂക്കായ ആപ്പിളിൻ്റെ ഡിവിലേക്ക് ആണ് നമ്മൾ അപ്പൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ HTML ഈ ഡിവിലേക്കാണ് അപ്പൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സോ അതിൻ്റെ ഡിവൊക്കെ ഓൾറെഡി നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്, റെൻഡർ ഹൂക്കിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ അതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ഞാനൊരു ഫോർ ലൂപ്പിന് പുറത്ത് ഓക്കെ, ഇവിടെ ഫോർ ലൂപ്പിന് പുറത്ത് നമ്മളത് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ ഞാനിവിടെ ഇരുന്നത് റെൻഡർ hook dot append എന്നിട്ട് ഞാനിവിടെ prod list കൊടുത്തു. ഫോർ ലൂപ്പ് ഇവിടെ അല്ല. ഓക്കെ, സോ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. സോ ഇനി ഇവിടെ ഇതുവരെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫൈനലി നമ്മൾ റെൻഡർ സ്റ്റെപ്പ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ട്സ് പേജിലേക്ക് കാണിക്കണം. ഓക്കെ, സോ ഇപ്പോൾ ഒബ്ജക്റ്റും മെത്തേഡും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ റെൻഡർ മെത്തേഡ് സ്വയം റൺ ആവില്ലല്ലോ, അതിനെ നമ്മൾ മാനുവലി കോൾ ചെയ്യണം. ഓക്കെ, സോ ആ ഒരു കോഡും കൂടി നമ്മൾക്ക് എഴുതാനുണ്ട്. ഇത് കോൾ ചെയ്താൽ റെൻഡർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. പിന്നെ അതുവഴി പ്രൊഡക്ട്സ് UIയിലേക്ക് റെൻഡർ ആവുകയും വേണം. സോ അത് നമുക്ക് എഴുതേണ്ടതുണ്ട്. ഓക്കെ, സോ അത് എവിടെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ ലാസ്റ്റ് എഴുതാണ്, ഇതിൻ്റെ അവിടെ എഴുതാണ് പ്രൊഡക്റ്റ് ലിസ്റ്റ് ഡോട്ട് റെൻഡർ എന്ന് പറഞ്ഞ് എഴുതാണ്. ഓക്കെ, ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ബേസിക്കലി നിങ്ങൾക്കൊരു ഒബ്വിയസ് ക്വസ്റ്റ്യൻ വരാം, ഇതെല്ലാം ഒബ്ജക്റ്റിനകത്ത് ഇടേണ്ട കാര്യം എന്താണെന്നുള്ളത്. നോർമൽ ഫങ്ഷൻസ് പോരെ എന്നൊക്കെ ചോദിക്കുക നിങ്ങൾക്ക്. സോ ഒരിക്കലും പറഞ്ഞാൽ നോർമൽ ഫങ്ഷൻസ് കൊണ്ട് ഇത് ചെയ്യാം. പക്ഷേ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് വേയിൽ ഒരു ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഒരു ഒബ്ജക്റ്റ് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ലിസ്റ്റ് റെൻഡർ ചെയ്യുന്നത്, ലേറ്റർ കാർട്ട് ഒബ്ജക്റ്റിൽ കാർട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഒബ്ജക്റ്റ് സിംഗിൾ പ്രൊഡക്റ്റ് റെൻഡർ ചെയ്യുന്നത്. അതായത് കോഡ് റെസ്പോൺസിബിലിറ്റി അനുസരിച്ചിട്ട് ഓർഗനൈസ് ചെയ്യപ്പെടുന്നു എന്നാണ് ഉദ്ദേശിച്ചത് ഞാനിവിടെ. ഓക്കെ, പക്ഷേ ഇവിടെ ലിമിറ്റേഷൻ ഉണ്ട്. ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് നമുക്ക് ഒബ്ജക്റ്റ് ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഒബ്ജക്റ്റ് നമുക്ക് ലിറ്ററൽ നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് മാനുവലി ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കണ്ടു ഇത് ഫുള്ള് നമ്മൾ ഉണ്ടാക്കുക ചെയ്യുന്നത് ഈ സാധനങ്ങൾ. സോ അങ്ങനെ ഉണ്ടാക്കുക നമുക്ക് അതുപോലെ ഓരോ പ്രോഡക്റ്റ് ഒബ്ജക്റ്റും മാനുവലി നമുക്ക് എഴുതണം. അതായത് റീയൂസബിൾ ബ്ലൂ പ്രിൻ്റ് ഒന്നും അല്ല. ഉദാഹരണത്തിന് നമ്മൾക്കൊരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് സ്ട്രക്ചർ വേണമെങ്കിൽ അതിനെ റിപ്പീറ്റഡ്ലി മാനുവലായിട്ട് എഴുതേണ്ടി വരും. ഇവിടെയൊക്കെയാണ് ക്ലാസ്സസ് കുറച്ചും കൂടി യൂസ്ഫുൾ ആകുന്നത്. ഓക്കെ, ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ നിങ്ങൾക്ക് തിങ്ക് ചെയ്യാം. സോ അത് ഉപയോഗിച്ചാണ് സെയിം സ്ട്രക്ചറുള്ള ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അങ്ങനെ. സോ അതുകൊണ്ട് ഇപ്പോൾ വരെ കണ്ടത് ബേസിക്കലി ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് തിങ്കിങ് ആണ് കറൻ്റ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം, നമ്മുടെ കോഡ് എഴുതിയത് വർക്ക് ആവുണ്ടെന്ന് റൺ ചെയ്ത് നോക്കാം. സോ ബേസിക്കലി നമ്മുടെ കൊടുത്ത ഐറ്റംസ് വന്നിട്ടുണ്ട് ഇവിടെ, ഇമേജ്, ടൈറ്റിൽ, അതുപോലെ ബട്ടൺസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എഴുതിയ കോഡ് കറൻ്റ്ലി ഇപ്പോൾ വർക്കിംഗ് ആണ്, ഇതുവരെ വർക്കിംഗ് ആണ്. സോ ഞാൻ ഇവിടെ വെച്ച് ഇത് അത്യാവശ്യം ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. അടുത്ത സെഷൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.